നമസ്കാരം, ബസ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഷെഫീൽഡിലാണ്. ഷെഫീൽഡിലെ ഹോളിഹാക്ക് കമ്മ്യൂണിറ്റി ഫാമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പം നോർമൽ ഒരു ഫാം അല്ല, ഇവിടെ ഉള്ളത് അൽപ്പാക്കാസ് ആണ്. അൽപ്പാക്കാസ് നമ്മൾ എല്ലായിടത്തും കാണാൻ പറ്റുന്ന ഒരു ജീവിയല്ല, വളരെ റെയറായിട്ട് മാത്രം കാണാൻ പറ്റുന്ന ഒരു ജീവിയാണ്. പക്ഷേ എങ്കിൽ പോലും ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതല്ല, ഇവിടെ നമുക്ക് അൽപ്പാക്കാസിനെയും കൊണ്ട് ട്രക്കിങ്ങിന് പോകാൻ പറ്റും. അധികം താമസിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകും. നമ്മൾ ശരിക്കും നിൽക്കുന്നത് ഷെഫീൽഡ് ടൗണിൻ്റെ മറുവശത്തുള്ള ഒരു കുന്നാണ് കേട്ടോ. അൽപ്പാക്കയ്ക്ക് വെള്ളം കുടിക്കാനുള്ള ചെറിയൊരു പോണ്ടാണ് കേട്ടത്. ഹോളിഹാക്ക് എന്ന് പറയുന്നത് റിവേലിൻ വാലിയിലുള്ള ഒരു 3 ഏക്കർ ഫീൽഡാണ് കേട്ടോ. അൽപ്പാക്കയെ കൂടാതെ ലാമ, ഷീപ്പ്, പിഗ് അങ്ങനെ കുറച്ച് ജീവികളെ കൂടെ നമുക്കിവിടെ കാണാൻ പറ്റും. വളരെ സേഫ് ആൻഡ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു ട്രക്കിംഗ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഗൈഡ് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും. ഇതാണ് നമ്മുടെ അൽപ്പാക്ക. അവൻ്റെ പേര് ഗ്രിഫിൻ എന്നാണ്. ഹലോ ഗ്രിഫിൻ. ഇതുണ്ട്, അവൻ്റെ കഴുത്തിൽ ഒരു ടാഗ് ഉണ്ട്, അതിൽ കണ്ട പേര് എഴുതിയിട്ടുണ്ട് ഗ്രിഫിൻ എന്ന്. അൽപ്പാക്കയുടെ ഫുഡ് കണ്ടോ, ഈ സാധനം നമ്മളിങ്ങനെ കയ്യിലെടുത്ത് ഇവനിങ്ങനെ കൊടുക്കണമെന്നാണ് പറയണേ. അത് കടിക്കൊന്നുമില്ലായിരിക്കുമല്ലേ, എന്തായാലും കൊടുത്തു നോക്കാം. അല്ലല്ല, അത് പെർഫെക്റ്റ്ലി മെരുങ്ങിയിട്ടുള്ള അൽപ്പാക്കയാണ്. അവന് കുറച്ച് പ്രായമുണ്ട്, അപ്പം അത് വളരെ സ്ലോ ആയിട്ട് നടക്കുള്ളൂ. അതുപോലെ ഇവനാണ് ഏറ്റവും ബാക്കിലൊന്ന് പോകാനാണ് അതിൻ്റെ ഇഷ്ടം. വീഡിയോ എടുക്കാനും കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് ഏറ്റവും സുഖം അതിൻ്റെ കൂടെ പോകുന്നതാണ്. പിന്നെ അതിൻ്റെ കഴുത്തിൽ തൊടുകയോ അവന് ഒരു സമയം വരെ ഒന്നും ചെയ്യരുത് എന്നാണ് പറഞ്ഞേക്കുന്നത്. ശേഷം മാത്രമേ എന്തെങ്കിലും ചെയ്യാം. അതെ, ചവിട്ടുകൊണ്ട് ചാവാൻ എന്തായാലും മെരുക്കി എടുത്തു നോക്കാം. എങ്ങനെയുണ്ട്? തുടരുതാ, അത് ഇവൻ 10 മിനിറ്റ് എടുക്കും. അവരാദ്യം പറഞ്ഞു സമയം എടുക്കും. ട്രക്കിംഗ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഓരോ അൽപ്പാക്കയുടെയും സ്വഭാവ വിശേഷങ്ങളെക്കുറിച്ച് പറയുകയും നമുക്ക് ഇഷ്ടമുള്ള അൽപ്പാക്കയെ തിരഞ്ഞെടുക്കാനുള്ള അവസരം കിട്ടുകയും ചെയ്യും. ഫോട്ടോ എടുക്കുന്നേ. നമ്മളിപ്പോൾ അൽപ്പാക്കയും കൊണ്ട് റോഡിൽ കൂടെ നടക്കണം കേട്ടോ. നമ്മൾ മാത്രമല്ല, നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് കുറേ പേരുണ്ട്. നമ്മൾ പോണ വഴിക്കേ ഇപ്പോൾ ഈ വഴി കാണുന്ന എല്ലാം കഴിക്കാൻ നോക്കണം. അപ്പോൾ ഇവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഈ സൈഡിൽ ബുഷുണ്ട്, ഇത് കഴിക്കാൻ ഇതിനെ സമ്മതിക്കരുത്. അത് കണ്ട വണ്ടികൾ വരുന്നുണ്ട്, അത് ഫുൾ അവർ കൺട്രോൾ ചെയ്ത് അങ്ങനെയാണ് ട്രാഫിക് കൺട്രോൾ ചെയ്താണ് വിടുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഇതിനെ ട്രെയിൻ ചെയ്തിട്ടുള്ള അൽപ്പാക്കാസാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇനി റോഡ് വിട്ടിട്ട് നമ്മൾ ട്രക്കിംഗ് പാത്തിലോട്ട് കയറുകയാണ്. ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഇപ്പോഴേ നമ്മളൊരു കുന്നിറങ്ങി താഴോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ റോഡിൻ്റെ സൈഡിൽ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങിയിട്ട് ഇത് ഒരു വലിയൊരു മലയുടെ ഇതാണ്, ചരിവാണ്. അപ്പോൾ അതിൽ നമ്മൾ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. Hi. This is Griffin. എനിക്ക് തോന്നുന്നത് ഇത് ട്രക്കിംഗ് റൂട്ടും കൂടാണ്. വേറെയും കുറേ ആൾക്കാരൊക്കെ പല സ്ഥലത്തു നിന്നൊക്കെ കയറി വരുന്നുണ്ട്. അതാണ്. എന്നിട്ട് ആ സൈഡ് കണ്ടോ, അടിപൊളി സ്ഥലമാണ്. ഇത് ഷെഫീൽഡ് ടൗണിലാണ്. നമ്മളവിടെ നിൽക്കുമ്പം കാണുന്ന ബിൽഡിങ്സ് ഒക്കെയാണത്. ഇതിനെ കൺട്രോൾ ചെയ്യാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ. ഇത് നമ്മളൊരു ആട്ടുംകുട്ടിയെ കൊണ്ടുപോകുമ്പോഴത്തേക്കുള്ളൂ. അത് ഫുഡ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ വിടരുത്. ഇവനെ ഇങ്ങനെ ഇത് കണ്ട, ഈ നൂല് പിടിച്ചേക്കുന്നുണ്ടോ. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ഈ കയർ ഹോൾഡ് ചെയ്യണമെന്ന് അവർ പറഞ്ഞത്. അപ്പം കുറച്ചുകൂടെ ഇതിൻ്റെ കഴുത്തിനോടടുത്തേ, കൈ എപ്പോഴും കഴുത്തിനോടടുത്തുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കൺട്രോൾ കിട്ടും. ഇപ്പോഴേ ഇവിടെ നിർത്തി കുറച്ച് ഫുഡ് കൊടുക്കാനാണ് പറഞ്ഞത്. ഫുള്ള് കൊടുത്ത് തീർത്തുകളയില്ല, അത് പിന്നെ തികയില്ല. അവന് ഹാഫ് എന്ന് വെച്ചാൽ ആ ബാഗിലുള്ളതിൻ്റെ ഹാഫ് ഇപ്പോൾ കൊടുക്കാൻ പറഞ്ഞു. ബാക്കി ഹാഫ് ഇനി അടുത്ത ഏതോ ഒരു സ്പോട്ട് ഉണ്ട്, അവിടെ വെച്ചിട്ട് കൊടുക്കാൻ പറഞ്ഞു. ഇത് കണ്ട, ഉള്ളടക്കി അതിനെ ട്യൂൺ ചെയ്യണം കേട്ടോ. അവൻ നീ ആള് കൊള്ളാല്ലേ. നമിനി പിടിച്ചോ. ഇതാരും ആവേ ഗ്രിഫിൻ. ഗ്രിഫിൻ വാ. അൽപ്പാക്ക അതിനകത്തോട്ട് ചാടിപ്പോയ ബുഷിനകത്ത്. ഇടയ്ക്കിടയ്ക്ക് ചിലത് സ്റ്റക്കാവുന്നുണ്ട്. അപ്പോൾ അവരതിനെ ഒരുമിച്ച് പോകാനായിട്ട് പിടിച്ച് വലിക്കുകയാണ്. ഫ്രണ്ടിലോട്ട് പോയിട്ട് എന്തോ അവർക്ക് കുറച്ച് ട്രിക്സ് ഉണ്ട്. അത് കാണുമ്പോഴത്തേക്കും അതുപോലെ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വലിച്ചിട്ട് 2 വട്ടം ഇതിനെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യണം. ഇനി നമ്മി നോക്കണം കേട്ടോ. ഞാൻ കുറച്ച് നേരം നോക്കിയപ്പോഴേ അൽപ്പാക്ക കല്ലുറക്കി അറിയുന്നുണ്ട്. അല്ല, അത് മനഃപൂർവ്വം ചെയ്യില്ല. അതിന് പെട്ടെന്ന് കാണുമ്പോഴേ എന്തെങ്കിലും കിക്ക് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ പണിയാവും.
നമ്മൾ ഇത്രയും ദൂരം ഇതിൻ്റെ കൂടെ നടന്നെങ്കിലേ നമുക്ക് ഇതുവരെ ഇതിനെ കൊണ്ട് യാതൊരു ശല്യം ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം അത്രയ്ക്കും നല്ല രീതിയിലാണ് അവരതിനെ മെരുക്കി വളർത്തിക്കൊണ്ട് വരുന്നത്. അതവരാദ്യം പറഞ്ഞിട്ടുണ്ട്, ഓരോന്നിനും ഓരോ സ്വഭാവമാണ്. ഓരോന്ന് പ്രായത്തിനനുസരിച്ചിട്ട് പല രീതിയിലാണ് അത് മെരുങ്ങി വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പലതിനും ഉണ്ട്. പക്ഷേ നമുക്ക് ഇതുവരെയും നമ്മുടെ കൂടെ വന്ന ഒന്നിനും പ്രശ്നമില്ലായിരുന്നു. ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് പോകുന്ന ലാമ ഇനത്തിൽപ്പെട്ട ഒരു അനിമലാണ് അല്ലേ? അല്ല, അതാണ് ലാമ. ഇതിൽ ലാമ എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര ബോസിയാണെന്നാണ് പറയുന്നത്. ഈ ഒരു ട്രെക്കിങ്ങിനെ ലീഡ് ചെയ്യുന്ന ആ ലാമയാണ്. പിന്നെ ഇവർക്കൊരു ഓർഡർ ഉണ്ട്, അതിനനുസരിച്ച് മാത്രമേ ഇത് നടക്കുകയുള്ളൂ. അപ്പം നമ്മുടെ അൽപ്പാക്കയുടെ പേര് ഗ്രിഫിനാണ്. അപ്പോൾ ഗ്രിഫിൻ എപ്പോഴും ഈ ട്രെക്കിങ്ങിൻ്റെ ഏറ്റവും ബാക്കിലായിട്ടാണ് അത് പോകുന്നത്. ആ ഫ്രണ്ടിൽ നിന്ന് പോണ ലാമയില്ല, അതിനെ അവർ കൊണ്ടുവന്നത് പെറു എന്ന് പറയുന്ന രാജ്യത്തു നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്തിയതിന് ശേഷം ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ടൊക്കെ മെരുങ്ങി അത് ഇവിടെ ഈ ഹെർഡിൻ്റെ മൊത്തത്തിൽ ബോസിനെ പോലെയാണ് അവൻ പെരുമാറുന്നത്. നമ്മളിപ്പോൾ പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും, ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും ഇവൻ കയറി രാജാവിനെ പോലെ നിന്നിട്ട് ഇവൻ ഇങ്ങനെ ചുറ്റിനും നോക്കും, ഈ ബാക്കിയുള്ളതൊക്കെ വരുന്നുണ്ടോ, കൂടെ എത്തുന്നുണ്ടോ എന്നൊക്കെ. അങ്ങനെ നമ്മൾ ഒരു ട്രക്കിംഗ് പാത്ത് കടന്നിട്ട് നമ്മൾ വീണ്ടും ഒരു റോഡിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ റോഡിലെത്തുമ്പോൾ നമ്മൾ എപ്പോഴും സൂക്ഷിച്ച് വേണം പോകാനായിട്ട്. കാരണം കാറുകൾ വരുമ്പോൾ ഇതിന് പേടിയാവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഫ്രണ്ട്സ് ആയില്ലേ? കുഴപ്പമില്ലല്ലോ. ഇത് എത്ര ഫീഡ് ചെയ്താലും ഇതിന്റെ ബാക്കിലോ മാക്സിമം അതിന്റെ കഴുത്തിന് മാത്രമേ സ്ക്രാച്ച് ചെയ്യാൻ പാടുള്ളൂ. ഇതിന്റെ തലയിലോ അല്ലെങ്കിൽ നടുവിലൊക്കെ സ്ക്രാച്ച് ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് റിബൽ ആവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, നേരത്തെ പറഞ്ഞില്ല, അതാണ് ഭയങ്കര സൈസ്. അതൊരു ഓൾമോസ്റ്റ് ഒരു കുതിരയുടെ വലുപ്പമുണ്ട്. നമ്മുടെ ലാമ ഫ്രണ്ടിൽ വന്ന് ഇവിടെ കയറി നിൽക്കുകയാണ്. അവൻ ആ ഗൈഡുമായിട്ട് ഭയങ്കര കമ്പനിയാണ് കേട്ടോ. പുള്ളിയായിട്ട് യാതൊരു പ്രശ്നമില്ല. അവൻ്റെ എല്ലാ ഇഷ്ടത്തിനും അനുസരിച്ചിട്ടാണ് ഗൈഡ് പെരുമാറുന്നത്. അതിനൊരു റയർ കാഴ്ച കാണിച്ചു തരാം. ഇങ്ങനെയാണ് അൽപ്പാക്ക അപ്പ ഇടുന്നത്. പറഞ്ഞു കേട്ടോ, ഒരെണ്ണം ഇടുവാണെങ്കിൽ കൂടെ ഉള്ള എല്ലാം ഇടും. മറ്റു കപ്പിയുടെ നിർത്തിയാണ്, അതൊന്നും ഇതും നമ്മളെ ഗ്രിഫിൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇതിന് ഒരു വികാരമില്ല. ബാക്കി എല്ലാവരും വന്നിട്ട് എല്ലാം നല്ല രീതിയിൽ പാമ്പർ ചെയ്യാനൊക്കെ നിന്ന് കൊടുക്കുന്നുണ്ട്. ഇത് ഇച്ചിരി ഒരു വെയിറ്റ് ഇട്ടാണ് നിൽക്കുന്നത്. വേണ്ട, ഇങ്ങനെ പിടിക്കുമ്പം അതിന് ഇഷ്ടപ്പെടുന്നില്ല, വീണ്ടും പോകാൻ. കണ്ട, അതിൻ്റെയൊക്കെ മുഖത്ത് പിടിക്കാൻ എല്ലാം അത് സമ്മതിക്കുന്നു. കേട്ടോ, ഇതാണ് ടെഡി. ഗ്രിഫിൻ കുട്ടാ വാടാ. കണ്ട, ഇല്ലല്ല, അടുക്കുന്നില്ല. നടന്നോ. ഓക്കെ, നീ അൽപ്പാക്ക എടുത്ത ഇഷ്ടമായില്ല, കുറച്ചുകൂടെ അങ്ങോട്ട് നീക്കി. വീണ്ടും അൽപ്പാക്കയുടെ കൺട്രോൾ ഞാനെടുത്തു കേട്ടോ. നമുക്ക് ഇവനെ കൊണ്ട് യാതൊരു ശല്യമില്ല. ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ, ഇവനെ നമ്മളവിടെ അടുക്കുന്നില്ല. പിന്നെ ഒന്ന്, ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് പുറംചൊറിയുന്ന ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ ഏതെങ്കിലും മരച്ചില്ലകളോ അല്ലെങ്കിൽ സൈഡിൽ വേലിയൊക്കെ കാണുമ്പോൾ അതിനകത്തേക്ക് ഇടിച്ച് കയറി മേലിട്ട് വരച്ചുകൊണ്ട് അവിടെ നിൽക്കും. അപ്പോൾ അതിനധികം സമ്മതിക്കാതെ നമ്മൾ കൊണ്ടുപോയാൽ മാത്രം മതി. അപ്പുറം കണ്ടോ, ഭയങ്കര വലിയ കുഴിയാണ്. ഗ്രിഫിനെ ചാടരുത്, വാ. കുഴി ചാടിയാൽ ഞാൻ ചാടില്ല, നീ ഒറ്റയ്ക്ക് പോകുള്ളൂ. അവിടുന്ന് ഒരു പട്ടി വരുന്നുണ്ടെന്ന്. അപ്പോൾ അൽപ്പാക്കയ്ക്ക് അതിനെ കാണുമ്പോൾ പേടിയുണ്ട്. അപ്പോൾ നെർവസ് ആവും, ഒന്ന് പിടിച്ചോളാൻ പറഞ്ഞു. ഡോഗ് ഇവിടെ ഇരിക്കുകയാണ്. ഹായ്. യാ, കണ്ട വാടാ മതിടാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് പറഞ്ഞറിയാമെന്ന്. അടിപൊളി സ്ഥലമാണ് ഇത്. കണ്ട, അവിടെ ആ സൈഡ് കണ്ടോ, ആ കുന്നിൽ ചെറിയൊരു റോഡും പിന്നെ ഒരു ഫാം ഹൗസൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതുണ്ട് ഇതിൻ്റെ വലതുവശത്ത് അവിടെ കണ്ട കുതിരകൾ നിൽക്കുന്നുണ്ടോ. ഇതൊരു ഹോഴ്സ് ഫാമാണ്. നമ്മളിതുവരെ നടന്നതിൽ ഏറ്റവും ഭംഗിയുള്ള വഴിയാണ് കേട്ടോ ഇത്. കണ്ട, സൈഡിലെല്ലാം ഫാം ലാൻഡാണ്. നമ്മൾ ഇങ്ങനെ ഒരു കുന്നിൻ ചെരുവിലൂടെ ഇങ്ങനെ നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അൽപ്പാക്ക തൊട്ട് പുറകെയുണ്ട്, ബാക്കി എല്ലാവരും ബാക്കിൽ നിന്ന് വരുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും നടന്നൊരു കുന്നിൻ്റെ മുകളിലോട്ട് കയറുകയാണേ. രക്ഷയില്ല, നമ്മൾ കുറച്ച് ബാക്കിലാണ്. ചില സ്ഥലങ്ങൾ നമുക്ക് നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ അൽപ്പാക്ക നല്ല രീതിയിൽ നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കങ്ങനെ ഒരു വലിയ പ്രശ്നമില്ല.
ഇവിടെ നിന്ന് കുറച്ചുകൂടെ ചെല്ലുമ്പോൾ നമുക്കിനി ഒരു സെക്കൻഡ് ഒരു സ്റ്റോപ്പിംഗ് പോയിന്റ് ഉണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് വീണ്ടും ഇതിനെ നമ്മൾ ഫീഡ് ചെയ്യണം. ഇവിടെ നിന്ന് വീണ്ടും നമ്മളൊരു ഹൈറ്റിലോട്ട് കയറണേ. ലാമയാണ് നമ്മളെ ലീഡ് ചെയ്തുകൊണ്ട് പോകുന്നത്. അങ്ങോട്ടോ നടന്നങ്ങ് മുകളിലെത്തി. ഇതാണ് രണ്ടാമത്തെ ഫീഡിങ് പോയിന്റ്. അവിടെ എത്തിയപ്പോൾ അവൻ കറക്റ്റായിട്ട് നിന്നേ. അവിടെ നിന്നിട്ട് എന്നെ നോക്കുകയാണ്. ബാക്കി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അതാ അതിനറിയാം കറക്റ്റ് ടൈം. ഗ്രിഫിൻ വിശന്നു പോയടാ. ഭയങ്കര ഞമ്മൂന് കൊടുക്കണോ? ഞമ്മൂന് ഇഷ്ടപ്പെടില്ല, കാരണം അതിന്റെ പല്ലൊക്കെ ഇങ്ങനെ കയ്യിലുള്ള പക്ഷെ കടിക്കൊന്നുമില്ല. ഒരു ഹാൻഡ് ഫുള്ള് ബാക്കി വയ്ക്കാൻ പറഞ്ഞു. അവിടെ ചെല്ലുമ്പോൾ കൊടുക്കാൻ. ബാക്കി കൊടുക്കാം. കണ്ടോ, എല്ലാവരും അൽപ്പാക്കയ്ക്ക് ഇവിടെ നിർത്തി ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് സ്റ്റോപ്പിംഗ് പോയിന്റ്. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ ഫുഡ് കൊടുത്തിട്ട് ഇനി അടുത്ത് നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് നമ്മൾ തുടങ്ങിയ ആ സ്ഥലത്ത് തന്നെ ആയിരിക്കും. ഇഷ്ടപ്പെട്ടില്ലേ? അതെ, ഈ ഗ്രിഫിനൊരു മൂരാച്ചിയാണ് കേട്ടോ. എന്ത് സാരം അറിയാമോ, അവൻ കള്ളം പറയാനും ആഹാരം കഴിക്കാൻ മാത്രമേ വാ തുറക്കാറുള്ളൂ. ഇപ്പം ഞാൻ ഫുഡിന്റെ ബാഗ് തുടയുകയാണെങ്കിൽ ഭയങ്കര കമ്പനി ആയിരിക്കുമേ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കൊടുത്തിട്ട് നമ്മൾ അടുത്ത വീണ്ടും ട്രക്കിംഗ് തുടരുകയാണ്. ഇനി നമ്മൾ നേരെ പോണത് അടുത്ത് നമ്മുടെ ഫൈനൽ സ്റ്റോപ്പിലോട്ടാണ്. ഞാൻ പറഞ്ഞ പോണ വഴിയേ ഇതിനെവിടെയെങ്കിലും ഇറച്ചി വിലയ്ക്ക് വിറ്റിട്ട് ഒരു ലാമയെ പിടിച്ചുകൊണ്ട് പോകാം. അതാണ്, അല്ലാതെ ഇത് ആഹാരം കഴിക്കാൻ മാത്രമാണ് അത് അടുത്ത് പറഞ്ഞത്. കുറച്ച് നേരമായിട്ടുള്ള വഴിയിലൂടെ വരുമ്പോഴേ നമ്മൾ ഫ്രണ്ടിൽ പോയിട്ട് ഇവനെ ബാക്കിൽ നിന്ന് പറഞ്ഞു കേട്ടോ. ഇതുപോലെ അല്ലാന്നുണ്ടെങ്കിൽ ഇത് നടക്കില്ല. അങ്ങനെ വന്ന് വെള്ളത്തിൽ തന്നെ അങ്ങ് നിൽക്കും. പിന്നെ കുറച്ച് പാടാണ് ഇതിനെ ഫ്രണ്ടിലേക്ക് തള്ളിവിടാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന് ഈ ട്രക്കിംഗ് റൂട്ടിൽ നിന്ന് ഒരു റെസിഡൻഷ്യൽ ഏരിയയിലോട്ട് നമ്മൾ നടന്നെത്തി. ടിഫിൻ വാ, ഇതാണ് വഴി. ഓടി വേടാ ടിഫിന്. കുറച്ച് നേരം ഇതിൻ്റെ പുറത്ത് കയറിയിരുന്ന് പോകാൻ പറ്റിയും കൊള്ളായിരുന്നു. പണ്ട് വീട്ടിലെ പശു ഉണ്ടായിരുന്ന സമയത്ത് പപ്പ ഇതുപോലെ പറയുക, പശുവിനെ അഴിച്ച് ഇവിടെ നിന്ന് പുറത്ത് കേട്ട് എന്തെങ്കിലുമൊക്കെ. അന്ന് കേൾക്കാത്തതുകൊണ്ടാണ്. വീണ്ടും നമ്മൾ മെയിൻ റോഡിൽ നിന്ന് വീണ്ടും ഒരു ചെറിയ വഴിയിലോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴേ ഇത് കുറച്ച് സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞത്. ഇവിടെ ഈ ബുഷസിൽ ഇവൻ ചാടാൻ ഇഷ്ടമുണ്ടെന്ന് ഇതിന്. ഓ ഓക്കെ ഓക്കെ ഓക്കെ, ഐ തോട്ട് ഇഫ് ഐ വാസ് ദേർ ഹി വോണ്ട് ജംപ്. അപ്പോൾ അതാണ് സംഭവം കേട്ടോ. ഞാൻ വിചാരിച്ചത് ഇതിൻ്റെ വലതുവശത്ത് നിന്ന് കഴിഞ്ഞാൽ ഇവൻ അങ്ങോട്ട് ചാടില്ലെന്നാണ്. അപ്പോൾ അവർ പറഞ്ഞത് അവിടെ നിന്ന് കഴിഞ്ഞാൽ അവരെൻ്റെ പുറത്തുകൂടെ ചാടുമെന്ന്. ഇത് കണ്ടോ, വഴിയിലല്ല ഹോൾസിൻ്റെ ഷിറ്റ്. എടാ വാടാ 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 വാടാ. മതി മതി വാ. ഇതാണ് നമ്മൾ പറഞ്ഞ സംഭവം കേട്ടോ. ഈ ട്രക്കിംഗ് തുടങ്ങിയോട്ട് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞു നമ്മളിപ്പോൾ നടക്കാൻ തുടങ്ങിയിട്ടേ. പക്ഷേ ക്ഷീണമൊന്നുമില്ല. ഇന്നത്തെ ദിവസം അങ്ങനെ ഭയങ്കര വെയിലോ കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ ക്ഷീണവും കാര്യങ്ങളൊന്നുമില്ല. നമ്മളീ പോണ വഴിയിലെല്ലാം ബ്ലാക്ക് ബെറീസ് ഉണ്ട് കേട്ടോ. എന്താ ബ്ലാക്ക് ബെറീസ് ഇപ്പം പഴുത്ത് സെറ്റാവുന്ന ടൈമാണ്. പക്ഷേ ബ്ലാക്ക് ബെറി ചെടിക്ക് വേറൊരു കുഴപ്പമുണ്ട്, അതിൽ മുള്ളുണ്ട്. അപ്പോൾ നമ്മൾ ഈ നടന്നു പോകുമ്പോഴെല്ലാം ഇത് നമ്മുടെ കാലിൽ ഇങ്ങനെ തൊടുത്തി വലിക്കുന്നുണ്ട്. നടന്ന് നമ്മൾ ഏകദേശം തിരിച്ച് എത്താറായിട്ടുണ്ട്. പക്ഷെ അപ്പോഴത്തേക്കും നമ്മൂസ് അലമ്പ് തുടങ്ങി. അവൾ നടന്ന് തളർന്ന് കുറേ നേരം കൊണ്ട് ഇങ്ങനെ കയറി നടക്കുകയല്ലേ, കുന്നൊക്കെ ഇങ്ങനെ കയറി നടക്കുകയാണ്. ഇനി അവളെ എടുത്തുകൂടെ കൊണ്ടുപോകണം. അതാണ് അടുത്ത ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ഈ റോഡിൻ്റെ അവിടെ നിന്നാണ് തുടങ്ങിയത്. എന്നിട്ട് നമ്മൾ ആദ്യം മെയിൻ റോഡിൽ നിന്ന് താഴേക്ക് പോയത് ഈ വഴിയിലൂടെയാണ്. ഗ്രിഫിൻ അതുകൊണ്ട് വണ്ടികളൊക്കെ വളരെ പതുക്കെയാണ് പോകുന്നത്. അതിവിടെ അങ്ങനെയാണ് കേട്ടോ. UK എപ്പോഴും അനിമൽസ് റോഡ് ക്രോസ് ചെയ്യുകയോ അല്ലെങ്കിൽ പാസ് ചെയ്ത് പോകുന്ന ടൈമിൽ നമ്മൾ സ്പീഡ് മാക്സിമം കുറച്ച് അതിൻ്റെ അടുത്ത് പോലും പോകാതെ പോകണം എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ റൂളെന്ന് പറയുന്നത്. നമ്മൾ പോകുന്ന വഴിയിൽ കണ്ട ലെഫ്റ്റ് സൈഡിലായിട്ട് മരങ്ങളെല്ലാം ആപ്പിൾ പിടിച്ചിരിക്കുകയാണ്. നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി കേട്ടോ. നമ്മൾ ഇതുവഴിയാണ് മുകളിലേക്ക് പോയത്. അത് കണ്ട ബ്ലാക്ക്, കാട്ട ബ്ലാക്ക്, അടിപൊളി. അവിടെ എത്തിയപ്പോൾ അവന് മനസ്സിലായി കേട്ടോ, സ്പീഡ് കൂട്ടി. വീടെത്തി. ബാക്കി ഫുഡ് കൂടെ കൊടുക്കാൻ പറഞ്ഞു. അവന് മനസ്സിലായി. ലാഭം ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി സാധനം. ഭയങ്കര ഗാംഭീര്യാണ്. ബൈ ബൈ ഗ്രിഫിൻ.
അങ്ങനെ ട്രക്കിംഗ് കഴിഞ്ഞ് അനിമൽസ് എല്ലാം തിരിച്ചതാ കയറി പോവാണ്. അപ്പോൾ പോകുന്ന സമയമായപ്പോഴത്തേക്ക് അവർ ആ റോപ്പ് കഴുത്തിൽ നിന്ന് വിട്ടു കേട്ടോ. ഇവിടെ കൈ കഴുകാനുള്ള ഒരു സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പം ഇതെല്ലാവരും ചെയ്യണമെന്ന് അവർ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അനിമൽസിനായിട്ട് ഇടപെടുമ്പോൾ എപ്പോഴും ജേംസ് ഒക്കെ കയറി ചെയ്യാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് അത് ഫീഡ് ചെയ്യുന്നതല്ലേ. അതാണ് നമ്മൾ കയ്യിൽ വെച്ചിട്ടാണ് ഇതിന് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്നതാണ് നല്ലത്. ട്രക്കിംഗ് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് നമ്മൾ അൽപ്പാക്കാസിനെ എല്ലാം തിരിച്ചു കൊടുത്തിട്ട് നമ്മൾ പോവാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ. നമ്മൾ ഇതുവരെയും ചെയ്തിട്ടില്ലാത്ത ഒരു സാധനമാണ്. നമ്മൾ ഹോഴ്സ് റൈഡിങ് ചെയ്തിട്ടുണ്ട്, പിന്നെ പല സ്ഥലങ്ങളിൽ പോയി അനിമൽസിനെ കാണാനും ഷീപ്പൊക്കെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എലിഫന്റ് സഫാരി ചെയ്തിട്ടുണ്ട്. അതെ അതെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സാധനം ആദ്യമായിട്ടാണ്. ഈ അൽപ്പാക്ക പ്രത്യേകിച്ച് അതൊരു ക്യൂട്ട് അനിമലാണ് കാണാനായിട്ട്. നമുക്ക് നോർമലി നമുക്ക് ഏതെങ്കിലും സൂവിലൊക്കെ പോയാലേ കാണാനേ പറ്റുള്ളൂ. പക്ഷെ ഇങ്ങനെ ട്രക്കിങ്ങിന് കിട്ടുന്ന നമുക്ക് അറിയത്തില്ലായിരുന്നു. അതും ഷെഫീൽഡ് സിറ്റിയുടെ വളരെ അടുത്താണ് ഈ സ്ഥലം. വെറും ഒരു 3-4 മൈൽ ചുറ്റളവിലാണ് നിങ്ങൾക്ക് ഈ സ്ഥലമുള്ളത്. ഈ ഒരു ഫാമിൽ നമുക്ക് ഗൈഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറേ നമ്മുടെ ബാക്കിൽ കാണാം കുറേ അൽപ്പാക്കാസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇഷ്ടമുള്ള അൽപ്പാക്കയെ നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് അവരുടെ ഒപ്പം ഒരു 1-1.5 മണിക്കൂർ ട്രക്കിങ്ങിന് പോകാം. അപ്പോൾ ഇവിടെ വരുന്നവർ ഇത് മിസ് ചെയ്യേണ്ട. നല്ല കിടിലൊരു അട്രാക്ഷനാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ബൈ.